അടുപ്പൊന്ന് കത്തിച്ച് കുക്കറൊന്ന് വെക്കാം. എന്നിട്ട് അതിലേക്ക് ദാലിട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 4-5 വിസിലടിപ്പിക്കാം. എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചേർത്തിരിക്കുന്നത് ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ട്, മത്തങ്ങ, തക്കാളി, അമരപ്പയർ, ഉള്ളി. നമുക്കിതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു സാമ്പാർ മസാല, ഒരു 2 സ്പൂൺ സാമ്പാർ മസാല എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടതാണ്, എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി 5 വിസിലടിച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിസിൽ കഴിഞ്ഞു, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, മുളക് പൊടിയുണ്ട്, മൂത്ത് പോവും, കരിഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇതിട്ട് കൊടുക്കാം. ഓൾറെഡി എൻ്റെ മല്ലിപ്പൊടി എല്ലാം വറുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തീക്കത്തിട്ട് മിക്സ് ചെയ്യാവുന്നത്.